എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് വ്യത്യസ്ത തരം ദുരന്തങ്ങളെക്കുറിച്ചാണ്. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചാണ്. നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളതും ഉള്ളതാണ് ചുഴലിക്കാറ്റുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ചുഴലിക്കാറ്റുകൾ സമുദ്രത്തിൻ്റെ ചൂടുള്ള ഉപരിതലത്തിൽ എപ്പോഴും രൂപം കൊള്ളുന്ന ഒരു തീവ്രമായ താഴ്ന്ന മർദ്ദ സംവിധാനമാണ് ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ സൈക്ലോൺ എന്ന് പറയുന്നത്. വടക്കൻ അർദ്ധഗോളത്തിൽ ഘടികാരദിശയ്ക്ക് വിരുദ്ധമായി ശക്തമായ കാറ്റ് വീശുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ കാറ്റിൻ്റെ പ്രവണപഥം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉള്ളതിന് വിപരീതമാണ്. സൈക്ലോൺ ഒരു അന്തരീക്ഷ അവസ്ഥയാണ്. സാധാരണയായി കൊടുങ്കാറ്റ് എന്ന് വിളിക്കപ്പെടുന്നതാണ് സൈക്ലോണിനെ. ഇത് ഒരു പാരിസ്ഥിതിക അപകടമാണ്. എല്ലാ പാരിസ്ഥിതിക പ്രക്രിയകളെയും പോലെ ഇത് രൂപപ്പെടാൻ സമയമെടുക്കും. പക്ഷേ പെട്ടെന്ന് പ്രഹരമേൽക്കുകയും അതിൻ്റെ പ്രഹരശക്തി കൂടുതലുമായിരിക്കും. വർഷങ്ങളിലെ ഏറ്റവും ചൂടേറിയ മാസങ്ങളിൽ താഴ്ന്ന അക്ഷാംശങ്ങളിൽ ചൂടുള്ള സമുദ്രങ്ങളിൽ നിന്നുള്ള ഈർപ്പം ബാഷ്പീകരിക്കപ്പെടുമ്പോൾ ഇത് വികസിക്കുന്നു. മുഴുവൻ സൈക്ലോണിക് കൊടുങ്കാറ്റും സാധാരണയായി സമുദ്രങ്ങൾക്ക് മുകളിലൂടെ പ്രതിദിനം 250 മുതൽ 500 കിലോമീറ്റർ സ്പീഡിൽ വേഗതയിൽ നീങ്ങുന്നു. ഭൂമധ്യരേഖയ്ക്ക് 5 ഡിഗ്രിക്കും 20 ഡിഗ്രിക്കും ഇടയിലുള്ള വടക്കും തെക്കും ഇടയിലുള്ള ചൂടുള്ള ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ വികസിക്കുന്ന തീവ്രമായ കൊടുങ്കാറ്റാണിത്. ഇതിന് പല പേരുകളുണ്ട്. ടൈഫൂൺ, ഹരിക്കെയിൻസ്, വില്ലീസ് എന്നും അറിയപ്പെടുന്നു. ഉഷ്ണമേഖലാ കടലുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശക്തമായ കൊടുങ്കാറ്റുകളാണ് ഇവയെല്ലാം. 100 മുതൽ 200 കിലോമീറ്റർ വരെ വ്യത്യാസമുള്ള ഈ സൈക്ലോണിന് മണിക്കൂറിൽ 120 മുതൽ 250 കിലോമീറ്റർ വരെ കാറ്റിന് വേഗതയുണ്ട്. സംഭവിക്കുന്ന സ്ഥലത്തെ ആശ്രയിച്ച് സൈക്ലോണുകളെ വ്യത്യസ്തമായി നമ്മൾ പല പേരുകളിൽ വിളിക്കുന്നു. ഉദാഹരണത്തിന് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ടൈഫൂൺ എന്നും വടക്കേ അമേരിക്കയിലെ ചുഴലിക്കാറ്റ് അതിനെ ചുഴലിക്കാറ്റെന്നും ഇന്ത്യൻ ബംഗാൾ ഉൾക്കടലിൽ ഉത്ഭവിച്ച് അറേബ്യൻ സീയിൽ വരുന്നതിന് നവംബർ മാസങ്ങളിൽ ഉത്ഭവിക്കുന്നതിനെ നമ്മൾ ഉഷ്ണമേഖലാ സൈക്ലോണുകൾ എന്നും പറയുന്നു. താഴ്ന്ന തീരപ്രദേശങ്ങളിൽ വിനാശകരമായ ചുഴലിക്കാറ്റുകൾ ശക്തമായ കാറ്റും പേമാരിയും നൽകുന്നു. ആഗോളതാപനം സൈക്ലോണുകളുടെ ആവൃത്തി വർദ്ധിപ്പിച്ചേക്കാം. കാറ്റ് വൃത്താകൃതിയിൽ നീങ്ങുകയും കനത്ത നാശത്തിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. സൈക്ലോണുകൾ കടലിൽ മാത്രമേ സജീവമായി തുടരുകയുള്ളൂ. അവ കരയിലേക്ക് പ്രവേശിച്ച ഉടനെ അവ മരിക്കാൻ തുടങ്ങും. അതായത് അതിൻ്റെ ശക്തി കുറഞ്ഞ് ദുർബലമാവുകയും ചെയ്യുന്നു. അതിനാൽ തീരപ്രദേശങ്ങളെയും ദ്വീപുകളെയും നശിപ്പിക്കാൻ കഴിവുള്ളവയാണ് നമ്മുടെ നാട്ടിൽ ഉള്ള ചുഴലിക്കാറ്റുകൾ. ബംഗ്ലാദേശ് തീരത്ത് ആഞ്ഞടിച്ച അത്തരമൊരു ചുഴലിക്കാറ്റ് 3 ലക്ഷത്തിലധികം ആളുകളുടെ മരണത്തിനിടയാക്കിയെന്ന് നിങ്ങൾ പത്രങ്ങളിലും ടി വിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. കേരള തീരം ഒഴികെ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വിനാശകരമായ ഒരു പ്രകൃതി ദുരന്തമാണ് ചുഴലിക്കാറ്റ്. വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അതായത് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും പ്രതിവർഷം ശരാശരി 5 മുതൽ 6 ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളുന്നു. അതിൽ 2-3 എണ്ണം കഠിനമായിരിക്കും എന്നാണ് അറിയപ്പെടുന്നത്. അറേബ്യൻ സീയിലെ അപേക്ഷിച്ച് ബംഗാൾ ഉൾക്കടലിൽ അത് കുറവാണ്. മഹാരാഷ്ട്ര, ഗോവ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ തീരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുണ്ടാക്കുന്നത് ചുഴലിക്കാറ്റുകൾ. പടിഞ്ഞാറൻ തീരത്തേക്കാൾ കിഴക്കൻ തീരത്താണ് കൂടുതൽ ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിക്കുന്നത്. ഇന്ത്യയിൽ ചുഴലിക്കാറ്റുകൾ വെള്ളപ്പൊക്കത്തിനും കൊടുങ്കാറ്റിനും സാധ്യതമാകുന്ന നാശനഷ്ടങ്ങൾക്കും ഇടയാക്കുകയാണ് ചെയ്യുന്നത്. തമിഴ്നാട് നാഗപട്ടണത്തിന് തെക്ക് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ രൂപീകരണവും പ്രാരംഭ വികസന ഘട്ടങ്ങളും 34 നോട്ട് അല്ലെങ്കിൽ മണിക്കൂറിൽ 63 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്ന ഉഷ്ണമേഖല അല്ലെങ്കിൽ ഉപ ഉഷ്ണമേഖലാ ജലാശയങ്ങളിൽ വികസിക്കുന്ന കാലാവസ്ഥാ സംവിധാനങ്ങൾ നിർവചിക്കാൻ ലോക കാലാവസ്ഥാ ഘടന ഉപയോഗിക്കുന്ന പൊതുവായ പദമാണ് ട്രോപ്പിക്കൽ സൈക്ലോൺ. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് കാലാവസ്ഥാ സംവിധാനങ്ങളെ നിർവചിക്കുന്ന ചുഴലിക്കാറ്റിനെ നിർവചിക്കുന്ന ഒരു സംവിധാനമാണ്. സംഘടിത ഉപരിതല രക്തചംക്രമണമാണ് നമ്മളെന്ത് പറയുന്നത് ശക്തമായ കൊടുങ്കാറ്റുകൾക്ക് വേണ്ടി വരുന്നത്. ഒരു ഉഷ്ണമേഖലാ സൈക്ലോൺ ഉണ്ടാകുന്നതിന് 4 വ്യവസ്ഥകൾ ആവശ്യമാണ്. 1. സമുദ്ര ഉപരിതല താപനില 26 ഡിഗ്രി സെൽഷ്യസിലോ അതിന് കൂടുതലിലോ അത് ഉണ്ടായി വരണം. അതിനുശേഷം രണ്ടാമതായി വരുന്നത്
ചൂടുവെള്ളത്തിൻ്റെ ആഴം, അതായത് കടലിന് മുകളിലുള്ള ചൂടുവെള്ളത്തിൻ്റെ കുറഞ്ഞത് 50-60 മീറ്ററെങ്കിലും ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തത് നീരാവിയുടെ അളവ്. നാലാമതായി വരുന്ന അന്തരീക്ഷത്തിൻ്റെ അസ്ഥിരത. 5 ഭൂമധ്യരേഖയിൽ നിന്ന് കുറഞ്ഞത് 4-5 അക്ഷാംശ ഡിഗ്രി അകലെയുള്ളൊരു സ്ഥാനം. ചുഴലിക്കാറ്റിൻ്റെ ഘടന. ഒരു ചുഴലിക്കാറ്റിൻ്റെ മണ്ഡലം തിരശ്ചീനമായി 3 പ്രധാന മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഒന്ന്, വളരെ ശാന്തമായതോ വളരെ കുറഞ്ഞ കാറ്റോ ഉള്ള ശരാശരി, അതായത് 20 മുതൽ 30 കിലോമീറ്റർ ആരമുള്ള ഐ എന്നറിയപ്പെടുന്ന മധ്യഭാഗം. മധ്യഭാഗത്തിൻ്റെ പേരാണ് ഐ. ചുഴലിക്കാറ്റിൻ്റെ മധ്യഭാഗത്തിനാണ് നമ്മൾ ഐ എന്ന് പറയുന്നത്. തുടർന്ന് പുറത്തേക്ക് 15 തൊട്ട് 20 കിലോമീറ്റർ വീതിയുള്ള ഒരു ഇടുങ്ങിയ മേഖല ഐയെ ചുറ്റിയാണ്. ഇത് പരമാവധി കാറ്റിൻ്റെ മേഖല അല്ലെങ്കിൽ മതിൽ മേഖല എന്നറിയപ്പെടുന്നു. ഇവിടെ കാറ്റിൻ്റെ വേഗത പരമാവധിയാണ്. മൂന്നാമത്തത്, തുടർന്ന് കേന്ദ്രത്തിൽ നിന്ന് ഐയിൽ നിന്ന് 300 മുതൽ 500 കിലോമീറ്റർ വരെ നീളുന്ന ഒരു ബാഹ്യ കാറ്റ് മേഖലയും ഉണ്ടായിരിക്കും. അവിടെ ദൂരത്തിനനുസരിച്ച് കാറ്റിൻ്റെ വേഗത ക്രമേണ കുറയുന്നു. ലംബമായി കാറ്റ് മേഖലയെ 3 മേഖലകളായി തിരിക്കാം. അവ: ഒന്ന്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റ് എതിർ ഘടികാര ദിശയിൽ കറങ്ങുകയും അകത്തേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഇൻഫ്ലോ പാളി ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 5 മുതൽ 6 കിലോമീറ്റർ വരെ വ്യാപിക്കുന്നു. അതിനു മുകളിൽ മധ്യപാളി. ഇവിടെ കാറ്റ് പ്രധാനമായും എതിർ ഘടികാര ദിശയിൽ സഞ്ചരിക്കുന്നു. 3, നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റ് ഘടികാര ദിശയിൽ കറങ്ങുകയും ഈ ഡയറക്ഷനിൽ കറങ്ങുകയും സൈക്ലോൺ ഫീൽഡിന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഔട്ട്ഫ്ലോ പാളി. ഇവയൊക്കെ ചേർന്നതാണ് ഇത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിൻ്റെ സവിശേഷതകൾ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ വിനാശകരമായ കാറ്റുണ്ടാകും, കൊടുങ്കാറ്റ് തിരമാലകൾ ഉണ്ടാക്കുന്നു, വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു, അസാധാരണമായ മഴയുണ്ടാകുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചുഴലിക്കാറ്റ് നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത്. ഈ ചുഴലിക്കാറ്റിനെ പല സ്ഥലങ്ങളിലും നമ്മൾ ടി വിയിൽ കാണുന്നതാണ്. വളരെ ശക്തമായ കാറ്റടിക്കുകയും മഴയും ഇടിവെട്ടും പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കടലിൽ നിന്ന് കാറ്റുകൾ തീരത്തോട് സമീപിക്കുന്ന സമയത്ത് ചുഴലിക്കാറ്റിൻ്റെ ശക്തി കുറയുകയും അതിന് എതിർദിശയിൽ, അതായത് ചൂടുപാളിയുടെ മൂവ്മെൻറ്റ് കുറയുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതിൻ്റെ സ്പീഡ് കുറയുകയും ചെയ്യുന്നതാണ്. കാറ്റ് എപ്പോഴും കൂടിയ പ്രഷറുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറഞ്ഞ പ്രഷറുള്ള സ്ഥലങ്ങളിലേക്കാണ് വീശുക. കടൽ തീരത്ത് ശക്തമായ തീരദേശ കാറ്റിനെ ഘർഷണവും കുറഞ്ഞ അന്തരീക്ഷമർദ്ദത്തിൻ്റെ സഷൻ ഇഫക്റ്റും ചുഴലിക്കാറ്റിനെ കരയിലേക്ക് വീഴുന്ന ഭാഗത്തിന് സമീപമുള്ള തീരപ്രദേശത്ത് കടൽ വെള്ളം പ്രവചിക്കപ്പെട്ട വേലിയേറ്റ നിരപ്പിനും മുകളിലായി കൂടാൻ സാധ്യത. അതായത് ചുഴലിക്കാറ്റിൻ്റെ സമയത്ത് വേലിയേറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് തീരങ്ങളിൽ സമുദ്രനിരപ്പ് പെട്ടെന്ന് ഉയരുകയും ഇതുമൂലം ഉപ്പുവെള്ളം നിറഞ്ഞ വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അമിതമായ മഴ ഉയർന്ന ആർദ്രത മഴയായി ഘനീഭവിക്കുകയും ചുഴലിക്കാറ്റ് കരയിലെത്തുമ്പോൾ ഫീമൻ ക്യുമുലസ് മേഘങ്ങൾ ഉയർന്ന മഴ നിരക്കിന് കാരണമാവുകയും ചെയ്യുന്നു. മഴ വേഗത്തിൽ ഭൂമിയെ പൂരിതമാക്കുകയും ദ്രുതഗതിയിലുള്ള ഒഴുക്ക് കടുത്ത വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കൊടുങ്കാറ്റിൻ്റെ ആഘാതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഭൗതികമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, സാമ്പത്തികമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഭൗതികമായ നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത് കാറ്റിൻ്റെ ശക്തി കൊടുങ്കാറ്റായി മാറുന്നു, മണ്ണിടിച്ചിലുണ്ടാകുന്നു, വെള്ളപ്പൊക്കമുണ്ടാകുന്നു. അതുമൂലം പല സ്ഥലങ്ങളിലുള്ള വൈദ്യുതി ലൈനുകൾ, ജല പൈപ്പ് ലൈനുകൾ, വാതക വിതരണ ലൈനുകൾ, പാലങ്ങൾ, കൾവർട്ടുകൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ തുടങ്ങിയ പൊതു സൗകര്യങ്ങൾക്കും ഗുരുതരമായ നാശനഷ്ടങ്ങളുണ്ടാകും. പിന്നെ കൂടാതെ കടപുഴകി വീഴുന്ന മരങ്ങൾ, കാറ്റിൽ നിന്നുള്ള മഴ, പറക്കുന്ന അവശിഷ്ടങ്ങൾ കാറ്റത്ത് വരുന്ന സാധനം നമ്മുടെ കണ്ണിൽ വരാം. നമ്മുടെ നാശനഷ്ടങ്ങൾ, വസ്തുവകകൾക്ക് നാശമുണ്ടാക്കാം. കനത്ത മഴയും വെള്ളപ്പൊക്കവും കൂടി ചേർന്നിട്ട് നമ്മുടെ കൃഷിവിളകളെ നശിപ്പിക്കാം, മരങ്ങളെ നശിപ്പിക്കാം, ഭക്ഷ്യശേഖരം നഷ്ടപ്പെടുത്തുകയോ മലിനമാക്കുകയോ ചെയ്യാം. ക്ഷാമം ഉണ്ടാക്കാൻ പറ്റും. ജലാശയങ്ങൾ, ശുദ്ധജലാശയങ്ങളിൽ മലിനജലം കലർന്ന് കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാവുകയും ചെയ്യുന്നു. ഇതുകൂടാതെ
കാറ്റിൻ്റെ ആഘാതവുമായി ബന്ധപ്പെട്ടുണ്ടായുള്ള മരണങ്ങൾ ചെറിയ തോതിലാണ് ഉണ്ടാവുള്ളൂ. വലിയ മരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ജലമലിനീകരണങ്ങൾ, ശുചിത്വ സൗകര്യങ്ങൾക്കുള്ള കുറവ്, ഇതെല്ലാം നമുക്ക് എന്തുമൂലം ഉണ്ടാകാം? ഒരു ചുഴലിക്കാറ്റ് മൂലം ഉണ്ടാകാം. ഇതിന് ശേഷം നമ്മൾ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതയുണ്ട്. ജലം മലിനമായി ചുഴലിക്കാറ്റിന് ശേഷം ശാന്തമാകുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവുകയില്ല, ശുദ്ധമായ വെള്ളം ഉണ്ടാവുകയില്ല. പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ, സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഉള്ള ബുദ്ധിമുട്ടുകൾ, ആശയവിനിമയ സംവിധാനത്തിനുണ്ടാകുന്ന അഭാവം, റേഡിയോ, ടി വി ഇപ്പം സാറ്റലൈറ്റ് വഴിയാണെങ്കിലും സിഗ്നലുകളുടെ കുറവ്, ഈ മൊബൈൽ ഫോണുകളുടെ ടവറുകൾ നഷ്ടമാകുന്നതിനുള്ള ആശയവിനിമയം ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നമുക്ക് ഇതുമൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചുഴലിക്കാറ്റ് മൂലം. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ചുഴലിക്കാറ്റിൽ നിന്ന് രക്ഷ നേടാം എന്നതിനെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചുഴലിക്കാറ്റ് വരുന്ന സമയങ്ങളിൽ അമിതമായ മഴയുണ്ടാകുന്നു. വിമാന സർവീസുകളെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. ചുഴലിക്കാറ്റുകളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ സാധ്യമാണ്. ഇന്ന് സൈക്ലോൺ വാർണിംഗ് സിസ്റ്റംസ്, ചുഴലിക്കാറ്റുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സാറ്റലൈറ്റ് ഉപഗ്രഹ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി കാലാവസ്ഥ പ്രവചനങ്ങളെല്ലാം സാധ്യമാണ്. അപ്പം അതൊക്കെ നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും? ചുഴലിക്കാറ്റിൻ്റെ ശക്തി കുറയ്ക്കുകയും അതിനുവേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ചുഴലിക്കാറ്റിനെ കൃത്യമായി നമുക്ക് ഒരു ദുരന്തമായി കരുതി അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്നുള്ളത് നമ്മൾ പഠിക്കുകയും തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ചുഴലിക്കാറ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.